പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ബംഗാൾ സ്വദേശിയുടെ മകൻ ഗിൽദറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 വയസ്സാണ് കേട്ടോ. വൈകിട്ടോടെ കുട്ടിയുമായി അമ്മ കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ഉണർന്നില്ലെന്നാണ് അമ്മ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ കുട്ടിയുടെ കഴുത്തിൽ പാട് കണ്ടെത്തിയതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും സുഹൃത്തും കസ്റ്റഡിയിലായിട്ടുണ്ട്. 4 വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ വെച്ചാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് വൈകിട്ടോടെ ഈ കുട്ടിയുടെ അമ്മ, അതായത് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്. ബംഗാൾ സ്വദേശിയാണ്. ബംഗാൾ സ്വദേശിയുടെ മകനാണ് ഈ 4 വയസ്സുകാരൻ. ഗിൽദർ എന്നാണ് പേര്. മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴക്കൂട്ടത്ത്, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇത്തരത്തിൽ ബംഗാൾ സ്വദേശിയുടെ മകൻ ഗിൽദറിനെ, 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിയുമായി, ഈ 4 വയസ്സുകാരനുമായി അമ്മ കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ഉണർന്നില്ലെന്നാണ് അമ്മ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ പാട് കണ്ടെത്തി. അത്തരത്തിലൊരു പാട് കണ്ടെത്തിയ ആശുപത്രി അധികൃതർ ഈ പാട് കണ്ടെത്തിയതോടെയാണ് ആശുപത്രി അധികൃതർക്ക് ചിലപ്പോൾ സംശയം തോന്നി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി അവിടെ കാര്യമായി ഒന്ന് പരിശോധിച്ചു. ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തി. ആ പ്രാഥമിക നിഗമനമെന്നുള്ളത് കുട്ടിയെ, ഈ 4 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസുകാരുടെ പ്രാഥമിക നിഗമനം. എന്തായാലും സംഭവത്തിൽ കുട്ടിയുടെ ഈ അമ്മയും സുഹൃത്തും കസ്റ്റഡിയിലായിട്ടുണ്ട്.